പരിപാടികൾ ഔപചാരികമായി ആരംഭിക്കുകയാണ്. ആദ്യം ഒരു നിമിഷം പ്രാർത്ഥന. ഈ ചടങ്ങിന് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും ഈ കൊല്ലം തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന APCC നിയോഗിച്ചിട്ടുള്ള CVR ശിവകുമാർ, ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ മുൻ APCC പ്രസിഡന്റ് ശ്രീ കെ മുരളീധരൻ, മറ്റ് UDF നേതാക്കളെ, സഹപ്രവർത്തകരെ, സ്നേഹിതരെ, മുൻ MP കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ PS ശിവകുമാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൽ പ്രസിഡന്റ് UDF നേതാക്കന്മാരുടെ ഒരു വലിയ നിര, ഈ RFPയുടെ സംസ്ഥാന സെക്രട്ടറി, നമ്മുടെ കൂടെ എപ്പോഴും UDFിന് വേണ്ടി ഈ ജില്ലയിൽ പ്രവർത്തിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന മുൻ മന്ത്രി കൂടിയായ ശ്രീ ഷിബു ബേബി ജോണിനെ RFPയുടെ മറ്റൊരു പ്രമുഖ നേതാവ്, മുൻ സംസ്ഥാന സെക്രട്ടറി, UTUCയുടെ ദേശീയ പ്രസിഡന്റ്, മുൻ MLA ശ്രീ AA അസീസ്, അദ്ദേഹത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ P രാജേന്ദ്ര പ്രസാദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഫോർവേഡ് ബ്ലോക്കിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകനും സുഹൃത്തും ഒക്കെയായ ശ്രീ ദേവരാജനെ ഞാൻ ഈ യോഗത്തിൽ RFPയുടെ മറ്റൊരു നേതാവ്, മുൻ മന്ത്രി ശ്രീ ബാബു ദിവാകരനെ ഈ യോഗത്തിലേക്ക് ഞാൻ വാർഡിലാണ് അദ്ദേഹം, താമരക്കുളം വാർഡിലാണ് മത്സരിക്കുന്നത്. ഹഫീസ് ഉൾപ്പെടെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേര് പറയുന്ന സാഹചര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല, ആ ലിസ്റ്റ് വായിക്കുന്നു. ഹഫീസ് ഉൾപ്പെടെ ഇവിടെ പങ്കെടുത്തിരിക്കുന്ന 56 സ്ഥാനാർത്ഥികളെയും ഞാൻ ഈ സ്ഥാനാർത്ഥി സംഗമത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവരെ ഇപ്പോ സ്ഥാനാർത്ഥികളാണെങ്കിലും മാധ്യമപ്രവർത്തകരുടെ പങ്കെടുത്തിട്ടുള്ള എല്ലാ മാധ്യമപ്രവർത്തകരെയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പങ്കെടുത്തിട്ടുള്ള UDFിന്റെ, കോൺഗ്രസിന്റെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ, RFPയുടെ, കേരള കോൺഗ്രസുകളുടെ, ഫോർവേഡ് ബ്ലോക്കിന്റെ, CMPയുടെ, KDPയുടെ, അങ്ങനെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പല തലങ്ങളിലുള്ള ഭാരവാഹികളും നേതാക്കന്മാരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഹൃദയംഗമമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ സ്വാഗത പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് അനുഭവവേദ്യമാകും എന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതിന് നിങ്ങളുടെ എല്ലാ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞാൻ പലപ്പോഴും അല്പം കർശനമായി വർത്തമാനം പറയുന്നതാണ്. എന്താ കാര്യം? 34 വർഷം ഞാൻ അധ്യാപകനായിരുന്നു. എന്റെ മുന്നിലിരിക്കുന്ന കുട്ടികളോട് ഈടാവിടെ എന്ന് പറഞ്ഞിരുന്ന ഒരു സ്വഭാവം എനിക്ക് അന്നുകൊണ്ട് ഞാൻ അധ്യാപകത്തെ ഒരു വികാരം ഇപ്പോഴും മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരെല്ലാം എന്റെ കുട്ടികളാണ് എന്നെനിക്ക് ധാരണയില്ല. എങ്കിലും ഞാൻ പറഞ്ഞാൽ കേൾക്കും എന്ന ധാരണ കൂടിയാണ് പലപ്പോഴും അല്പം കർക്കശമായി നിങ്ങളോട് വർത്തമാനം പറഞ്ഞത്. നമുക്ക് ആവശ്യം എന്താണ്? ഈ സമ്മേളനം, ഈ ക്യാമ്പയിൻ, അതിന്റെ ലോഞ്ചിങ്, ഇതൊക്കെ ചിട്ടയായി നടത്താൻ കഴിഞ്ഞാൽ നമ്മൾ ഒരു പടി കൂടി മുന്നോട്ട് പോവുകയാണ്.
അതുകൊണ്ടാണ് ഞാൻ അല്പം കർക്കശമായി വർത്തമാനം പറഞ്ഞു പോയത്. ഞാൻ സോറി. എല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ സന്നിഹിതനായിട്ടുള്ള ബഹുമാനായ പാർലമെന്റ് അംഗം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ബഹുമാനായ അവസ്ഥയുടെ സെക്രട്ടറി ശ്രീ ഷിബു മേരിക്കും, വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തികളായ ഫോർവേഡ് ബ്ലോക്കിന്റെ ദേശീയ സെക്രട്ടറി ശ്രീ ദേവരാജൻ, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാവ് ശ്രീ നൗഷാദ് യൂനസ്, ആദരണീയനായ ശ്രീ എ അസീസ് ചേട്ടൻ, മന്ത്രി ശ്രീ ബാബു ദിവാകരൻ, ശ്രീ കെ എസ് വേണുഗോപാൽ, ഉപവിഷ്ടരായ ഐക്യജനാധിപത്യങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ആഗസ്റ്റ് 9 എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്ത്യ കൺവെൻഷൻ ഇവിടെ ചേർന്നത്. ഇവിടെ നേരത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പറഞ്ഞതുപോലെ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേർന്ന് ഒരു ക്യാമ്പ് മിഷൻ 25 എന്ന ഒരു ക്യാമ്പ് സുൽത്താൻ ബത്തേരിയിൽ ചേരുകയും കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ക്യാമ്പുകൾ നടത്തുകയും ചെയ്തു. അതിനുശേഷം വാർഡുകളിൽ നടത്തിയ മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ നല്ല വർദ്ധിച്ച ജനപങ്കാളിത്തത്തോടുകൂടെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരുപാട് ഹോംവർക്കുകൾ പൂർത്തിയായതിനു ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തൊക്കെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ നമുക്ക് സാധിച്ചു. ശ്രീ MP യാത്ര പൂർത്തീകരിക്കാൻ കഴിയും. ഇതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമാണ് സത്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ UDFന്റെ പരാജയത്തിന്റെ കാരണങ്ങളും. എന്നാൽ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഈ രണ്ടുപേരും ഇന്ന് ശത്രുക്കളല്ല, പകൽ ശത്രുക്കളെന്ന് ഭാവിക്കുകയും രാത്രി മിത്രങ്ങളായി മാറിയ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനെയാണ് നമ്മൾ ഇത്തവണ നേരിടുന്നത് എന്നതായ യാഥാർത്ഥ്യം നമ്മൾ ഉൾപ്പെടുന്നത്. അതായത് മാർക്സിസ്റ്റ് BJP അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇന്ന് നമ്മളെ എതിർക്കാൻ മറുഭാഗത്തുണ്ട്. ഇവർ പ്രത്യയശാസ്ത്രത്തിൽ രണ്ടാണെങ്കിലും ഇവർക്ക് മനസ്സുണ്ട്. അത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മുതൽ പാലത്തായിലെ ആ കുഞ്ഞിനെ പീഡിപ്പിച്ചത് വരെയുള്ള ചിത്രം പരിശോധിച്ചാൽ ഈ രണ്ടുപേരുടെയും ശബ്ദം ഇന്ന് ഒന്നായി മാറും. ഇപ്പൊ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കോൺഗ്രസ് പാർട്ടി UDF ഇക്കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ നിലപാട് സ്വീകരിച്ചിട്ട് യുവതീ പ്രവേശനം മുതൽ സ്വർണ്ണക്കൊള്ള വരെയുള്ള കാര്യങ്ങളിൽ വിശ്വാസികളോടൊപ്പം നിൽക്കാനുള്ള സ്റ്റാൻഡാണ് കോൺഗ്രസും UDF സ്വീകരിച്ചത്. നേരെ പോയത് എന്റെ 94 വയസ്സുള്ള അമ്മയുടെ മുറിക്കകത്ത് ആ കട്ടിലിന്റെ മുകളിൽ കയറി ഭയന്ന് ആ പട്ടികയിൽ കിടക്കിന് ഓടിച്ച് പുറത്താക്കി. അന്ന് മുതൽ എന്റെ ഗെയിം കടന്നില്ല. ഒന്ന് ആലോചിച്ചൊക്കെ കൊല്ലം നിവാസികളുടെ ഒരു അവസ്ഥയുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമസ്ത മേഖലയിൽ അഴിമതിയല്ലാതെ മറ്റൊന്നും തൽപ്പരല്ലാത്ത ഒരു കോൺഗ്രസ്. ഒരു കാര്യം സന്തോഷ വാർത്ത നിങ്ങളെന്ന് പറയാം. ആധികാരികമായി എനിക്ക് കിട്ടിയ വിവരമാണ്. കഴിഞ്ഞ ബുധനാഴ്ച ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് എത്തിയിട്ടുണ്ട്. 31 സീറ്റ് വരെ ഐക്യ ജനാധിപത്യത്തിന് വിജയിക്കാനുള്ള സാഹചര്യം ഇന്ന് കൊല്ലത്തുണ്ട് എന്നാണ് അറിഞ്ഞത്. എന്താണ് അതിന് കാരണം? അഭിമാനത്തോട് ശ്രീ കെ മുരളീധരൻ സൂചിപ്പിച്ചു, ശ്രീ ശിവകുമാർ സൂചിപ്പിച്ചു, ഇനിയുള്ളവർ സൂചിപ്പിക്കും. ഞാൻ പൊതുരംഗത്തേക്ക് വന്നതിന് ശേഷമുള്ള 6ാമത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും നടത്തിയിട്ടുള്ള ഒരു പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ, കൊല്ലം.